ശ്രീഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിൻ്റെ ഇന്നത്തെ രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഗ്രഹങ്ങളുടെ ചലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇന്നത്തെ ശുഭകരമായ പഞ്ചാംഗം പരിശോധിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശ്രീറാം എന്നോ കമൻ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് ശനിയാഴ്ച 2026 ജൂലൈ 4. ഇന്ന് കൃഷ്ണപക്ഷ ചതുർത്ഥി തിഥിയാണ്. ചതുർത്ഥി തിഥി വിഘ്നങ്ങൾ നീക്കാനും കാര്യവിജയത്തിനും വളരെ ഉത്തമമാണ്. അവിട്ട നക്ഷത്രമാണ് ഇന്ന്. ഇത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം നൽകുന്നു. വൈകുന്നേരം 5:02 വരെ പ്രീതിയോഗമുണ്ട്. ഇത് ബന്ധങ്ങളിൽ സ്നേഹം വർദ്ധിപ്പിക്കുന്നു. ഇന്ന് സൂര്യോദയം രാവിലെ 5:45 സൂര്യാസ്തമയം വൈകുന്നേരം 7:17 രാവിലെ 9:08 മുതൽ 10:50 വരെ രാഹുകാലമായതിനാൽ ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:04 മുതൽ 12:58 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട മേഡം രാശിക്കാരെ, കുംഭം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും മികച്ച അവസരങ്ങൾ കൊണ്ടുവരുന്നു. ഇത് നിങ്ങളെ സന്തോഷവാനും പ്രത്യാശയുള്ളവനുമാക്കുന്നു. രാശിചക്രത്തിലെ ആദ്യത്തെ രാശിയായതിനാൽ ഈ സംക്രമണം മൂലം നിങ്ങൾക്ക് ചില പ്രയാസകരമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ഇത് അല്പം സമ്മർദ്ദത്തിന് കാരണമായേക്കാം. എങ്കിലും ഈ പാത നിങ്ങളെ മഹത്വത്തിലേക്കും വിജയത്തിലേക്കും നയിക്കുക എന്നതാണ് ഇതിന്റെ നല്ല വശം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് സംതൃപ്തി നൽകും. നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങളിലെ വലിയൊരു മാറ്റം നിങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ഇന്ന് നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് നിങ്ങളുടെ ഭാഗ്യസമയം രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും ഇടയിലാണ്. നിങ്ങളുടെ ജാതകത്തിൽ ശനിഗ്രഹത്തിന് പ്രാധാന്യമുള്ളതിനാൽ ധ്യാനം അല്ലെങ്കിൽ പ്രാർത്ഥനകൾ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും തടസ്സങ്ങൾ നീക്കാനും സഹായിക്കും. പ്രത്യേക പരിഹാരം ഇന്ന് കുറച്ചു സമയം പ്രകൃതിയോട് ചേർന്ന് ചെലവഴിക്കുക. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, കുംഭം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം കാരണം നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറയുന്നതായും ജീവിതത്തിലെ ചില കാര്യങ്ങളിൽ ദേഷ്യം തോന്നുന്നതായും അനുഭവപ്പെടാം. നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ഒത്തുപോകുന്നില്ലെന്ന് തോന്നിയേക്കാം. എന്നാൽ ഇത്തരം നെഗറ്റീവ് ചിന്തകൾക്ക് അടിമപ്പെടാതെ സ്വയം പ്രചോദിതരാവുകയും ജീവിതത്തിലെ പുതിയ മേഖലകൾ പര്യവേക്ഷണം ചെയ്യുകയും ചെയ്യുക. സ്വപ്നങ്ങളാണ് ജീവിതത്തെ അർത്ഥവത്താക്കുന്നത്. സ്വപ്നം കാണാൻ ഭയപ്പെടരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും യാഥാർത്ഥ്യമാകില്ലെന്ന് കരുതുകയും ചെയ്യരുത്. നിങ്ങൾ ശ്രദ്ധയോടെ പ്രവർത്തിക്കുകയും എപ്പോഴും മികച്ച ഫലത്തിനായി പരിശ്രമിക്കുകയും ചെയ്താൽ നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഓറഞ്ച് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്നു. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. നിങ്ങളുടെ വികാരങ്ങളെ രാഹു സ്വാധീനിക്കുന്നതിനാൽ മനസമാധാനത്തിനും ആന്തരിക ശാന്തതയ്ക്കും വേണ്ടി ഒരു വിശുദ്ധ വസ്തുവോ രത്നമോ കൈവശം വയ്ക്കുക. പരിഹാരം ഇന്ന് അല്പനേരം വിശ്രമിക്കുകയും മനസ്സിന് ഉന്മേഷം നൽകുകയും ചെയ്യുക. പ്രിയ മിഥുനം രാശിക്കാരെ, കുംഭം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി കൂടുതൽ അടുക്കാൻ നിങ്ങളെ സഹായിക്കും. ഇന്നത്തെ ദിവസം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ വളരെ മികച്ചതാണ്. എല്ലാവരും വളരെ സന്തോഷവാനായിരിക്കും. മിഥുനം രാശിക്കാരെ, കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ ഇത് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന്
മനസ്സിലുള്ള കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കാം. വിശ്രമിക്കാനും ആഘോഷിക്കാനും വരാനിരിക്കുന്ന ദിവസങ്ങൾക്കായും മനസ്സിനെ ഉന്മേഷഭരിതമാക്കാനും വളരെ അത്ഭുതകരമാണ്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികളുടെ അഭിപ്രായത്തിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണിവരെ വീടിന് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുക. നല്ല ആരോഗ്യത്തിനായി ഇന്ന് പിങ്ക് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. ഈ വർഷം വ്യാഴം ഗ്രഹത്തിന്റെ സ്വാധീനമുള്ളതിനാൽ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ ഒരു ശുഭകരമായ വസ്തുവോ യന്ത്രമോ കൈവശം വയ്ക്കുക. പരിഹാരം മാനസിക വ്യക്തതയ്ക്കായി ഇന്ന് ധ്യാനിക്കുക. പ്രിയപ്പെട്ട കർക്കടകം രാശിക്കാരെ, കുംഭം രാശിയിലെ ചന്ദ്രന്റെ സ്ഥാനം സമീപകാലത്തുണ്ടായ തർക്കങ്ങൾ കാരണം നിങ്ങളെ ക്ഷീണിതനും അസ്വസ്ഥനുമാക്കിയേക്കാം. എങ്കിലും നിങ്ങളുടെ മാനസിക സമാധാനത്തിനായി ഇത്തരം കാര്യം കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരു ചെറിയ യാത്ര പോകുകയോ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ ശാന്തനും ഉന്മേഷവാനുമാക്കാൻ സഹായിക്കും. താര-സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണിവരെയുള്ള സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യകരമായത്. ഇന്ന് പിങ്ക് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൂടുതൽ പോസിറ്റീവ് ഊർജം നൽകും. കാരണം അതാണ് ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറം. ഈ വർഷം വ്യാഴം പുതിയ മാറ്റങ്ങൾക്ക് പ്രചോദനം നൽകുന്നതിനാൽ വൈകാരികമായ സൗമ്യതയും ആന്തരികമായ സന്തുലിതാവസ്ഥയും നിലനിർത്താൻ ഇത് സഹായിക്കും. ഇന്നത്തെ പരിഹാരം: പഴയ സുഹൃത്തുക്കളെ കണ്ട് സംസാരിക്കുക. ചിങ്ങം രാശിക്കാരെ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് വെച്ച് ഇന്ന് നിങ്ങൾക്ക് പ്രത്യേകമായ ഒരാളെ കണ്ടുമുട്ടാൻ സാധിക്കും. നിങ്ങൾ രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങൾ പൊതുവായുണ്ടാകും. ഈ ബന്ധത്തെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. ഭാവിയിൽ ഈ ബന്ധം വളരെ ശക്തവും വിശ്വസനീയവുമായി മാറിയേക്കാം. ഇന്ന് സാമൂഹികമായ ഒത്തുചേരലുകൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് നന്നായി ആസ്വദിക്കൂ. നിങ്ങൾക്ക് അർഹമായ ഒരു ഇടവേളയാണിത്. കുംഭം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം നിങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് പ്രണയബന്ധത്തിൽ, നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. സ്വർണ്ണ നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്നു. രാവിലെ 9 മണി മുതൽ 10:30 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. രാഹുവിൻ്റെ സ്വാധീനം കാരണം മനസ്സിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ മനസ്സ് ശാന്തമാക്കാൻ നിങ്ങളുടെ അടുത്ത് ഒരു വിശുദ്ധ വസ്തുവോ ക്രിസ്റ്റലോ സൂക്ഷിക്കുക. പരിഹാരം: ഇന്ന് ഒരു പുസ്തകം വായിക്കുക. പ്രിയ കന്നി രാശിക്കാരെ, കുംഭം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം നിങ്ങളുടെ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെ സഹായിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. താര-സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ നിർദ്ദേശിക്കുന്നത് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ മുതിർന്നവരോടൊപ്പം സമയം ചെലവഴിക്കണമെന്നാണ്. അവർ പുറത്തു പറയുന്നില്ലെങ്കിലും ഈ നിമിഷം അവർക്ക് നിങ്ങളുടെ സാമീപ്യം ആവശ്യമാണെന്ന് തോന്നുന്നു. അവരുടെ ആരോഗ്യവും മാനസികാവസ്ഥയും പരിശോധിക്കാൻ ഇതൊരു മികച്ച അവസരമാണ്. ആവശ്യമെങ്കിൽ അവരെ ഒരു ഡോക്ടറെ കാണിക്കുകയും ചെയ്യുക. ദിവസാവസാനത്തിൽ കുടുംബത്തിലെ ഈ വിശിഷ്ട വ്യക്തികളോടൊപ്പം സമയം ചെലവഴിച്ചതിൽ നിങ്ങൾക്ക് വലിയ സംതൃപ്തി തോന്നും. വൈകുന്നേരം 5 മുതൽ 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമാണ്. വെള്ളനിറം നിങ്ങളുടെ ഭാഗ്യനിറമാണ്. ഈ വർഷത്തെ ശനിയുടെ ഊർജം പുരോഗതിയെ അല്പം മന്ദഗതിയിലാക്കിയേക്കാം. അതിനാൽ ക്ഷമയോടെയിരിക്കുക. പരിഹാരം: ഇന്നൊരു പുതിയ ഹോബി പരീക്ഷിക്കുക. അത് നിങ്ങളുടെ മനസ്സിന് ഉന്മേഷം നൽകും. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ കുംഭം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. താര-സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് നിങ്ങൾക്ക് അല്പം ക്ഷീണമോ മടിയോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതാണ് ഉചിതം. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും തമ്മിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമ്പോൾ നിങ്ങൾ അല്പം ആശയക്കുഴപ്പത്തിലായേക്കാം. ഈ സാഹചര്യത്തിൽ സന്തുലിതാവസ്ഥ പാലിക്കുക എന്നതാണ് പ്രധാനം. അതിനാൽ വിഷമിക്കേണ്ടതില്ല. ഇന്ന് വിശ്രമിക്കാനും ഊർജം വീണ്ടെടുക്കാനും സമയം കണ്ടെത്തുക. വൈകുന്നേരം 7 മണി മുതൽ 8:30 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമായിരിക്കും. ഇന്ന് ഓറഞ്ച് നിറം നിങ്ങൾക്ക് അനുകൂലമാണ്. ശനിയുടെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ ഒരു രത്നമോ അല്ലെങ്കിൽ ശുഭകരമായ വസ്തുവോ കൈവശം വയ്ക്കുക. പരിഹാരം: ദിവസവും വ്യായാമം ചെയ്യുക. പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, കുംഭം രാശിയിലെ ചന്ദ്രന്റെ സ്ഥാനം കാരണം ഇന്ന് നിങ്ങൾക്ക് അല്പം അസംതൃപ്തി അനുഭവപ്പെടാം.
നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലെന്ന് തോന്നുകയും ജീവിതത്തിലെ ആവേശം നഷ്ടപ്പെട്ടതുപോലെ അനുഭവപ്പെടുകയും ചെയ്യാം. താര സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ നിങ്ങളോട് ശാന്തരാകാനും ഈ അസംതൃപ്തിയുടെ കാരണങ്ങളെക്കുറിച്ച് വ്യക്തതയോടെ ചിന്തിക്കാനും നിർദ്ദേശിക്കുന്നു. നെഗറ്റീവ് വികാരങ്ങളിലും ഊർജങ്ങളിലും മുഴുകുന്നതിന് പകരം നിങ്ങളുടെ നിലവിലെ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. ഓർക്കുക, ഈ സമയവും കടന്നുപോകും, അതിനാൽ നിങ്ങൾ ശുഭാപ്തി വിശ്വാസിയായി തുടരണം. ഇന്ന് പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കുക. ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യകരമായ മണിക്കൂറാണ്, അതിനാൽ അതിനനുസരിച്ച് നിങ്ങളുടെ ദിവസം ആസൂത്രണം ചെയ്യുക. ഈ വർഷം ശനിയുടെ ശക്തമായ സ്വാധീനം നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങളെ തീവ്രമാക്കുന്നു. അതിനാൽ വ്യക്തമായ ആശയവിനിമയത്തിനായി ഒരു രത്നമോ അല്ലെങ്കിൽ യന്ത്രമോ ഉപയോഗിക്കുന്നത് ഉചിതമാണ്. പരിഹാരം: മനസ്സിന് കുളിർമയേകുന്ന സംഗീതം കേൾക്കുക. പ്രിയപ്പെട്ട ധനുരാശിക്കാരെ, കുംഭം രാശിയിലൂടെയുള്ള ചന്ദ്രൻ്റെ സംക്രമണം കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അല്പം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കാം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ മാനസികമായി തളർത്തിയിട്ടുണ്ടാകാം. പ്രതിസന്ധികളെ നേരിടുമ്പോൾ ശാന്തത പാലിക്കണമെന്നും ക്ഷമയോടെ ഇരിക്കണമെന്നുമാണ് താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് വലിയ തോതിലുള്ള ക്ഷമ ആവശ്യമാണ്. ഈ സാഹചര്യം ഉടൻ തന്നെ മാറുമെന്നും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും മനസ്സിലാക്കുക. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾ ഇന്ന് വൈകുന്നേരം 4:30-നും 5:30-നും ഇടയിൽ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇന്നത്തെ ഏറ്റവും ശുഭകരമായ സമയം ഇതാണ്. നിങ്ങളിൽ കൂടുതൽ പോസിറ്റിവിറ്റി നിറയ്ക്കാൻ സ്വർണ്ണ നിറം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണ്. വ്യാഴം വർഷം മുഴുവൻ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിനാൽ ഭാഗ്യത്തിനായി ഒരു ശുഭവസ്തുവോ രത്നമോ ഉപയോഗിക്കുക. പരിഹാരം: ഇന്ന് നന്ദി പ്രകടിപ്പിക്കാൻ ശീലിക്കുക. പ്രിയ മകരം രാശിക്കാരെ, കുംഭം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം ഇന്ന് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളും പുരോഗതിയും കൊണ്ടുവരാൻ ഇന്നത്തെ ദിവസം വളരെ അനുയോജ്യമാണ്. പഴയ കാര്യങ്ങളെ വിസ്മരിച്ച് വർത്തമാനകാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ഈ നിമിഷങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അതിനാൽ ബന്ധങ്ങളിലെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എപ്പോഴും നിങ്ങൾക്ക് പിന്തുണയുമായി കൂടെയുണ്ടാകും എന്ന് ഓർക്കുക. അതിനാൽ ആ ബന്ധങ്ങളെ സ്നേഹത്തോടെ കാത്തുസൂക്ഷിക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ ദിവസം വിജയം കൈവരിക്കാൻ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമാണ്. 2026-ൽ രാഹുവിന്റെ സ്വാധീനം മൂലം ജീവിതത്തിൽ ചെറിയ അസ്ഥിരതകൾ ഉണ്ടായേക്കാം. അതിനാൽ മനസ്സിന്റെ സ്ഥിരതയ്ക്കായി ഒരു രത്നമോ കവചമോ ധരിക്കുന്നത് ഉചിതമായിരിക്കും. പരിഹാരം: ഇന്ന് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന സംഭാഷണങ്ങൾ ഒഴിവാക്കുക. കുംഭം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ആരോഗ്യപരമായും സാമ്പത്തികമായും ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ചന്ദ്രൻ കുംഭം രാശിയിൽ നിൽക്കുന്നതിനാൽ ജോലിസ്ഥലത്ത് നിങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് തക്കതായ ഫലം നിങ്ങൾക്ക് ലഭിക്കാത്തതിൽ നിരാശ തോന്നിയേക്കാം. എന്നാൽ ക്ഷമയോടെ ഇരിക്കുക. നിങ്ങളുടെ ജോലിയിൽ പൂർണ്ണമായ അർപ്പണബോധത്തോടെ തുടരുക. തീർച്ചയായും നിങ്ങൾക്ക് മികച്ച ഫലം ലഭിക്കും. വീട്ടിൽ ഒരു ചെറിയ ഒത്തുചേരലോ പാർട്ടിയോ നടക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും മറന്ന് പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കാൻ ഇതൊരു മികച്ച അവസരമാണ്. ചുവപ്പ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 3:30 മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയം വളരെ അമ്പമായി കണക്കാക്കപ്പെടുന്നു. ശനി ഗ്രഹത്തിൻ്റെ സ്വാധീനം നിലനിൽക്കുന്നതിനാൽ നിങ്ങളുടെ ജോലിയിൽ സ്ഥിരത കൈവരിയാക്കിയ ഒരു വിശുദ്ധ വസ്തുവോ പ്രതീകമോ നിങ്ങളുടെ അടുത്ത് സൂക്ഷിക്കുക. പരിഹാരം: കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയപ്പെട്ട മീനം രാശിക്കാരെ, കന്നി രാശിയിലെ ചന്ദ്രന്റെ സ്ഥാനം നിങ്ങൾക്ക് ജീവിതത്തിൽ വ്യക്തതയും പുതിയ ദിശാബോധവും നൽകും. സാമൂഹിക പ്രവർത്തനങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കും. കൂടാതെ സമീപകാലത്ത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ നിങ്ങൾ വിലമതിക്കും. നിങ്ങളുടെ ഭാവിയിലേക്കുള്ള പാതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കുറച്ചു സമയം കണ്ടെത്തുക. പുതിയ അറിവുകൾ തേടുന്നതിൽ മടി കാണിക്കരുത്. നിങ്ങളുടെ വിവിധ ഹോബികൾക്ക് സമയം കണ്ടെത്തുകയും അവ ആസ്വദിക്കുകയും ചെയ്യുക.
നിങ്ങളുടെ ആന്തരിക ശക്തി നിങ്ങൾ നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നിങ്ങളെ പ്രചോദിപ്പിക്കും. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം വയലറ്റാണ്. ഉച്ചയ്ക്ക് 3 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഈ വർഷം ശനിയുടെ ശക്തമായ സ്വാധീനമുള്ളതിനാൽ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഒരു രത്നം ധരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്ത് ഒരു വിശുദ്ധ വസ്തു സൂക്ഷിക്കുകയോ ചെയ്യുക. പരിഹാരം: ഇന്ന് വീട്ടിൽ ആരോഗ്യകരമായ ഒരു ഭക്ഷണം പാകം ചെയ്യുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.